വിമലിന് ചെറിയ പ്രായം മുതലേ വണ്ടി ബൈക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ചെറിയ പ്രായത്തിൽ പോലും കാർ ബസ് വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുക. അവൻ പതുക്കെ പതുക്കെ വളർന്നപ്പോൾ അവന്റെ ഈ ആഗ്രഹം പിടിവാശിയായി മാറി. പിന്നെ അവൻ ബൈക്ക് കാർ റേസിംഗ് ഒക്കെ ചെയ്യും. വാ, ഇന്നത്തെ റേസ് അടിപൊളിയായിരുന്നു. ആ ചെക്കനെ നീ ഒരു പാടുപെടുത്തി. അവന്റെ അടുത്ത് കോസ്റ്റ്ലി കാർ ഉണ്ടായെങ്കിലും നീ നിന്റെ പണിയാ കാണിച്ചത് മോനെ. ജയിക്കാൻ നല്ല കോസ്റ്റ്ലി കാറൊന്നും ആവശ്യമില്ല, അതിനുള്ള റേസ് ടെക്നിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ അതാണ് ചെയ്തത്. വാവ്, ശരിക്കും സൂപ്പറാണ്. നീ പറഞ്ഞത് സത്യസന്ധ തന്നെ. ശരിക്കും പറഞ്ഞാൽ നീ ഒരു കാർ ചാമ്പ്യൻ ആണ്. വിമലും നവീനും ഒരുപാട് അടുത്ത കൂട്ടുകാരാണ്. ലളിതിന് വിമലിനോട് എപ്പോഴും സ്നേഹമാണ്. അവന് വേണ്ടി ഇവൻ മാനേജർ ജോലി നോക്കി. ഞാൻ പറയുന്ന കേക്ക്, ഈ റേസിംഗ് വലിയ ആപത്തായ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവന് തന്നെ പ്രശ്നം വരും. ഇത് വരും തുടക്കം തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ കാർ ബൈക്കും എനിക്ക് റേസ് ചെയ്യണം. നീയും നിന്റെ റേസ് ഇൻട്രസ്റ്റും. ഞാൻ വെളിനാട്ടിൽ നിന്ന് ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അടിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോഴാണ് വിമലിന് കാർ ഡീലറിന്റെ കയ്യിൽ നിന്ന് ഫോൺ വന്നത്. എന്നിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, വിമലിന് ഏത് കാറാണോ വേണ്ടത് ആ കാറ് വിൽക്കാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കുമെന്ന്. സർ, മാർക്കറ്റിൽ ഒരു വലിയ ഡബിൾ ട്രെയിൻ വരാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ടത്തിലൊക്കെ ട്രെയിൻ റേസ് ആണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന കാറ് വരാൻ കുറച്ച് വൈകാനുള്ള ചാൻസ് ഉണ്ട്. എന്ത്, വലിയ ഡബിൾ ട്രെയിനോ? എനിക്കിപ്പോ കാറ് വേണ്ട. എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ആ ഡബിൾ ട്രെയിൻ എനിക്ക് വേണം. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ട്രെയിൻ റേസിൽ ഞാനായിരിക്കും ആദ്യത്തെ വിജയം. മനസ്സിലായോ? വേറെ വിദേശത്തിൽ നിന്ന് ഈ ട്രെയിനിന് ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ എന്റെ പഴയ കസ്റ്റമറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രെയിൻ തരാനുള്ള ശ്രമം ഞാൻ നോക്കാം. അതെ, ഇത് തന്നെയാണ് ഞാൻ നോക്കിയത്. എനിക്കാണ് നിങ്ങൾ ആദ്യം ആ ഡബിൾ ട്രെയിൻ തരേണ്ടത്. എന്നാലേ ലോകത്തിലുള്ള എല്ലാവർക്കും എന്റെ റേസിംഗിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. കുറച്ചു ദിവസത്തിനകം വലിയ ഡബിൾ ട്രെയിൻ വന്നു. ആ ട്രെയിൻ കാണാൻ വളരെ വലുതായും നല്ല ഭംഗിയുള്ളതുമായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായാണ് ഇത്രയും ഭംഗിയുള്ള ഒരു വലിയ ട്രെയിൻ കാണുന്നത്. പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ ആ ട്രെയിൻ കാണാനായി അവിടേക്ക് വന്നു. അതു കാരണം വിമലിന് ഒരു നല്ല പേര് കിട്ടി. ശരിക്കും നീ ചെയ്തത് അടിപൊളി കാര്യമാണ്. ലോകം മുഴുവൻ നിന്റെ ഫോട്ടോ നിന്റെ ട്രെയിനെ പറ്റിയാണ് പറയുന്നത്. ഈ കാര്യം എല്ലാവർക്കും അറിയണം. ഞാൻ ഓപ്പൺ ചാലഞ്ചിലാണ് വെക്കുന്നതെന്ന്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ റേസിംഗ് ചാലഞ്ച് വെക്കാമെന്ന്. ഒരു പക്ഷേ ഞാൻ തോറ്റാൽ ഈ ജയിക്കുന്ന ഡബിൾ ട്രെയിൻ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. നീ എന്താ പറയുന്നത്? ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രെയിൻ നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്നോ? അതെ, ഞാൻ എന്താ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി. ലളിത് പറഞ്ഞതുപോലെ വലിയ ട്രെയിനിനെ കുറിച്ച് ന്യൂസ് നൽകി. അടുത്ത ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ ആ ട്രെയിനിനോട് റേസ് വെക്കാനായി അവിടെ എത്തി. വിമൽ ആ വലിയ ഡബിൾ ട്രെയിൻ കൊണ്ട് എല്ലാ ട്രെയിനുകളെയും തോൽപ്പിച്ചു. എന്തൊരു അത്ഭുതമായ കാര്യമാണ്. വെളിനാട്ട് ആൾക്കാർ പോലും നിന്റെ അടുത്ത് തോറ്റെന്ന് അവര് സമ്മതിച്ചു. പിന്നെ എന്ത് പറയാനാ, ലക്ഷത്തിലെ ഒറ്റ ട്രെയിനേ ഉള്ളൂ. വെളിനാട്ട് സാധനമാണെങ്കിൽ ഒരു വലിയ മതിപ്പുണ്ട്. ആ ഗ്രാമത്തിൽ തന്നെ അജയ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം റിപ്പയറിംഗ് ഷോപ്പ് വെച്ചിരുന്നു. അവൻ വിമലിന്റെ ഡബിൾ ട്രെയിൻ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. എന്നിട്ട് അവൻ ആലോചിച്ചു, ഇതുപോലൊരു ട്രെയിൻ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന്. ഇതുപോലെ ട്രെയിൻ നമ്മുടെ നാട്ടിലേക്കും വന്നാൽ അപ്പൊ ഇതിന്റെ വിലയും കുറയും. അജയ് കുറച്ച് പഴയ സാധനങ്ങൾ ശേഖരിച്ച് അങ്ങനെ ഒരു ട്രെയിൻ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ ഈ കാര്യം എല്ലാരും അറിഞ്ഞ് അവസാനം ലളിതും അറിഞ്ഞു. ലളിത് ബ്രദർ അജയെ കാണാനായി പോയി. ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഇതുപോലെ വിശേഷമായ ട്രെയിൻ വെളിനാട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നിന്റെ പഴയ പാട്ടായി കൊണ്ട് ഉണ്ടാക്കിയ ഈ ട്രെയിൻ എന്റെ പുതിയ ട്രെയിനിന്റെ കൂടെ റേസ് ഇടാൻ പറ്റില്ല. ഞാൻ എല്ലാവർക്കും കാണിക്കാൻ വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം ഉണ്ടെന്ന്. അതായത് വെളിനാട്ട് ട്രെയിനിനേക്കാളും നമുക്ക് ഇവിടെ ട്രെയിൻ ഉണ്ടാക്കാമെന്ന്. നിന്റെ തമാശ കൊള്ളാം. ശരി, ട്രെയിൻ റെഡിയായപ്പോ എന്നെ വിളിക്ക്. അജയ് രാത്രി പകലായി അധ്വാനിച്ച് വലിയ ഡബിൾ ട്രെയിൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു. അവൻ വിമലിന്റെ ട്രെയിനിനേക്കാളും ഒരു നല്ല ട്രെയിൻ ഉണ്ടാക്കി. അജയൻ ഉണ്ടാക്കിയ ആ ഡബിൾ ട്രെയിനിനെ കുറിച്ച് മൊത്ത ഗ്രാമവും സംസാരിച്ചു തുടങ്ങി. പിന്നെ ഈ കാര്യം വിമലിന്റെ കാതുകളിലും ചെന്നെത്തി. അവര് പറയുന്നത് സത്യാണോ? ആ വെളിനാട്ട് ട്രെയിനേക്കാളും ഇവന്റെ ട്രെയിൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നതൊക്കെ സത്യാണോ? അതെ, സത്യാണ്. അവൻ വെളിനാട്ട് ട്രെയിനിന് മത്സരം വെക്കാൻ വേണ്ടി പഴയ സാധനങ്ങൾ കൊണ്ട് അവൻ ട്രെയിൻ ഉണ്ടാക്കുകയാണ്. എന്നാ എനിക്ക് അവനെ കാണണം. ഗ്രാമം ഫുള്ളായിട്ട് അനൗൺസ് ചെയ്തോളൂ. അജയന്റെ വലിയ ഡബിൾ ട്രെയിനിന് കൂടെ വിമലിന്റെ പാട്ട ട്രെയിനിന് കൂടെ റേസ് വെക്കാൻ പോവാണെന്ന്. ലളിത് ഗ്രാമം മുഴുവൻ ഇത് പറഞ്ഞു പാട്ടാക്കി. അജയ്ക്ക് തന്റെ ട്രെയിനിന്റെ മേലിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും ആ ചാലഞ്ച് അംഗീകരിച്ചു.
മത്സരത്തിന്റെ ദിവസവും വന്നെത്തി. പല ദേശങ്ങളിലുമുള്ള മീഡിയാക്കളെല്ലാം ഈ മത്സരം ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. തോൽക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നോ? നിന്റെ വിജയത്തിൽ നിനക്ക് അഹങ്കാരം കൂടി. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. റെഡി ആയിട്ടിരുന്നോ? അപ്പോഴാണ് റേസ് ആരംഭിച്ചത്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വിമൽ ജയിക്കാനായി നിലവിളിച്ചു. 2 ട്രെയിനും മുന്നേ പിന്നെ എന്ന് മാറി മാറി പോയിക്കൊണ്ടിരുന്നു. ഒന്ന് വിമലിന്റെ ട്രെയിൻ മുൻപോട്ട് പോകും, അല്ലെങ്കിൽ അജയുടെ വലിയ ഡബിൾ ട്രെയിൻ. കമോൺ വിമൽ, ഇന്ന് നീ ചാമ്പ്യൻ ഇവരെ എല്ലാവർക്കും അറിയണം. ഇങ്ങനെ അത്ഭുതമായ ഒരു മത്സരം നടന്നുകൊണ്ടിരുന്നു. പിന്നെ അവസാനം അജയുടെ വലിയ ഡബിൾ ട്രെയിൻ വിജയിച്ചു. മൊത്ത ഗ്രാമത്തിലെ ജനങ്ങളും ഇത് കണ്ട് ആശ്ചര്യത്തിലായി പോയി. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഈ ഡബിൾ ട്രെയിൻ, അതിന്റെ ചെലവ് വെളിനാട്ട് വാങ്ങുന്ന ആ വലിയ ട്രെയിനിനെക്കാട്ടും പകുതി ചെലവാണ്. പക്ഷേ ഇതിന്റെ വേഗം അതിനെക്കാട്ടും ഇരട്ടിയാണ്. ഭയങ്കര അത്ഭുതം തന്നെ. നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഇനി ഞാനും ഇവിടെ ഉണ്ടാക്കുന്ന ട്രെയിനാണ് ഇവിടെ റേസിന് ഉണ്ടാക്കാൻ പോകുന്നത്. അജയുടെ വലിയ ഡബിൾ ട്രെയിൻ ലോകമൊട്ടാകെ ഫേമസ് ആയി. അജയ്ക്ക് ആ ട്രെയിനിനുള്ള ഒരുപാട് ഓർഡേഴ്സ് വന്നു. അജയ് തന്റെ ഡബിൾ ട്രെയിൻ നിർമ്മിക്കാനായി ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്തു. പിന്നെ വിമൽ ആ ട്രെയിനിലുള്ള പ്രചാരത്തിൽ ഏർപ്പെട്ടു. വിമലിന് ചെറിയ പ്രായം മുതലേ വണ്ടി, ബൈക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ചെറിയ പ്രായത്തിൽ പോലും കാർ, ബസ് വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുക. അവൻ പതുക്കെ പതുക്കെ വളർന്നപ്പോൾ അവന്റെ ഈ ആഗ്രഹം പിടിവാശിയായി മാറി. പിന്നെ അവൻ ബൈക്ക്, കാർ റേസിംഗ് ഒക്കെ ചെയ്യും. വാ, ഇന്നത്തെ റേസ് അടിപൊളിയായിരുന്നു. ആ ചെക്കനെ നീ ഒരു പാടുപെടുത്തി. അവന്റെ അടുത്ത് കോസ്റ്റ്ലി കാർ ഉണ്ടായെങ്കിലും നീ നിന്റെ പണിയാ കാണിച്ചത് മോനെ. ജയിക്കാൻ നല്ല കോസ്റ്റ്ലി കാറൊന്നും ആവശ്യമില്ല. അതിനുള്ള റേസ് ടെക്നിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ അതാണ് ചെയ്തത്. വാവ്, ശരിക്കും സൂപ്പറാണ്. നീ പറഞ്ഞത് സത്യസന്ധ തന്നെ. ശരിക്കും പറഞ്ഞാൽ നീ ഒരു കാർ ചാമ്പ്യൻ ആണ്. വിമലും നവീനും ഒരുപാട് അടുത്ത കൂട്ടുകാരാണ്. ലളിതിന് വിമലിനോട് എപ്പോഴും സ്നേഹമാണ്. അവന് വേണ്ടി ഇവൻ മാനേജർ ജോലി നോക്കി. ഞാൻ പറയുന്ന കേക്ക്, ഈ റേസിംഗ് വലിയ ആപത്തായ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നിന്റെ ജീവന് തന്നെ പ്രശ്നം വരും. ഇത് വെറും തുടക്കം തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ കാർ, ബൈക്ക് എനിക്ക് റേസ് ചെയ്യണം. നീയും നിന്റെ റേസ് ഇൻട്രസ്റ്റും. ഞാൻ വെളിനാട്ടിൽ നിന്ന് ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അടിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോഴാണ് വിമലിന് കാർ ഡീലറിന്റെ കയ്യിൽ നിന്ന് ഫോൺ വന്നത്. എന്നിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, വിമലിന് ഏത് കാറാണോ വേണ്ടത് ആ കാർ വിൽക്കാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കുമെന്ന്. സർ, മാർക്കറ്റിൽ ഒരു വലിയ ഡബിൾ ട്രെയിൻ വരാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ടത്തിലൊക്കെ ട്രെയിൻ റേസ് ആണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന കാറ് വരാൻ കുറച്ച് വൈകാനുള്ള ചാൻസ് ഉണ്ട്. എന്ത്, വലിയ ഡബിൾ ട്രെയിനോ? എനിക്കിപ്പോ കാറ് വേണ്ട. എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ആ ഡബിൾ ട്രെയിൻ എനിക്ക് വേണം. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഡബിൾ ട്രെയിൻ റേസിൽ ഞാനായിരിക്കും ആദ്യത്തെ വിജയം. മനസ്സിലായോ? വേറെ വിദേശത്തിൽ നിന്ന് ഈ ട്രെയിനിന് ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ എന്റെ പഴയ കസ്റ്റമറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രെയിൻ തരാനുള്ള ശ്രമം ഞാൻ നോക്കാം. അതെ, ഇത് തന്നെയാണ് ഞാൻ നോക്കിയത്. എനിക്കാണ് നിങ്ങൾ ആദ്യം ആ ഡബിൾ ട്രെയിൻ തരേണ്ടത്. എന്നാലേ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എന്റെ റേസിംഗിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. കുറച്ചു ദിവസത്തിനകം വലിയ ഡബിൾ ട്രെയിൻ വന്നു. ആ ട്രെയിൻ കാണാൻ വളരെ വലുതായും നല്ല ഭംഗിയുള്ളതുമായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായാണ് ഇത്രയും ഭംഗിയുള്ള ഒരു വലിയ ട്രെയിൻ കാണുന്നത്. പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ ആ ട്രെയിൻ കാണാനായി അവിടേക്ക് വന്നു. അതു കാരണം വിമലിന് ഒരു നല്ല പേര് കിട്ടി. ശരിക്കും നീ ചെയ്തത് അടിപൊളി കാര്യമാണ്. ലോകം മുഴുവൻ നിന്റെ ഫോട്ടോ, നിന്റെ ട്രെയിനെ പറ്റിയാണ് പറയുന്നത്. ഈ കാര്യം എല്ലാവർക്കും അറിയണം. ഞാൻ ഓപ്പൺ ചാലഞ്ചിലാണ് വെക്കുന്നതെന്ന്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ റേസിംഗ് ചാലഞ്ച് വെക്കാമെന്ന്. ഒരു പക്ഷേ ഞാൻ തോറ്റാൽ ഈ ജയിക്കുന്ന ഡബിൾ ട്രെയിൻ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. നീ എന്താ പറയുന്നത്? ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രെയിൻ നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്നോ? അതെ, ഞാൻ എന്താ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി. ലളിത് പറഞ്ഞതുപോലെ വലിയ ട്രെയിനിനെ കുറിച്ച് ന്യൂസ് നൽകി. അടുത്ത ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ ആ ട്രെയിനിനോട് റേസ് വെക്കാനായി അവിടെ എത്തി. വിമൽ ആ വലിയ ഡബിൾ ട്രെയിൻ കൊണ്ട് എല്ലാ ട്രെയിനുകളെയും തോൽപ്പിച്ചു. എന്തൊരു അത്ഭുതമായ കാര്യമാണ്. വെളിനാട്ട് ആൾക്കാർ പോലും നിന്റെ അടുത്ത് തോറ്റെന്ന് അവര് സമ്മതിച്ചു. പിന്നെ എന്ത് പറയാനാ, ലക്ഷത്തിലെ ഒറ്റ ട്രെയിനേ ഉള്ളൂ. വെളിനാട്ട് സാധനമാണെങ്കിൽ ഒരു വലിയ മതിപ്പുണ്ട്. ആ ഗ്രാമത്തിൽ തന്നെ അജയ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം റിപ്പയറിംഗ് ഷോപ്പ് വെച്ചിരുന്നു. അവൻ വിമലിന്റെ ഡബിൾ ട്രെയിൻ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. എന്നിട്ട് അവൻ ആലോചിച്ചു, ഇതുപോലെ ഒരു ട്രെയിൻ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന്. ഇതുപോലെ ട്രെയിൻ നമ്മുടെ നാട്ടിലേക്കും വന്നാൽ അപ്പൊ ഇതിന്റെ വിലയും കുറയും. അജയ് കുറച്ച് പഴയ സാധനങ്ങൾ ശേഖരിച്ച് അങ്ങനെ ഒരു ട്രെയിൻ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ കളിയാക്കാൻ തുടങ്ങി.
പിന്നെ ഈ കാര്യം എല്ലാരും അറിഞ്ഞ് അവസാനം ലളിതും അറിഞ്ഞു. ലളിത് ബ്രദർ അജയെ കാണാനായി പോയി. ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഇതുപോലെ വിശേഷമായ ട്രെയിൻ വെളിനാട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നിന്റെ പഴയ പാട്ടായി കൊണ്ട് ഉണ്ടാക്കിയ ഈ ട്രെയിൻ എന്റെ പുതിയ ട്രെയിനിന്റെ കൂടെ റേസ് ഇടാൻ പറ്റില്ല. ഞാൻ എല്ലാവർക്കും കാണിക്കാൻ വിചാരിക്കുകയാണ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാം ഉണ്ടെന്ന്. അതായത് വെളിനാട്ട് ട്രെയിനിനേക്കാളും നമുക്ക് ഇവിടെ ട്രെയിൻ ഉണ്ടാക്കാമെന്ന്. നിന്റെ തമാശ കൊള്ളാം. ശരി, ട്രെയിൻ റെഡിയായപ്പോ എന്നെ വിളിക്ക്. അജയ് രാത്രി പകലായി അധ്വാനിച്ച് വലിയ ഡബിൾ ട്രെയിൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു. അവൻ വിമലിന്റെ ട്രെയിനിനേക്കാളും ഒരു നല്ല ട്രെയിൻ ഉണ്ടാക്കി. അജയൻ ഉണ്ടാക്കിയ ആ ഡബിൾ ട്രെയിനിനെ കുറിച്ച് മൊത്ത ഗ്രാമവും സംസാരിച്ചു തുടങ്ങി. പിന്നെ ഇക്കാര്യം വിമലിന്റെ കാതുകളിലും ചെന്നെത്തി. അവര് പറയുന്നത് സത്യാണോ? ആ വെളിനാട്ട് ട്രെയിനേക്കാളും ഇവന്റെ ട്രെയിൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നത് സത്യാണോ? അതെ, സത്യാണ്. അവൻ വെളിനാട്ട് ട്രെയിനിന് മത്സരം വെക്കാൻ വേണ്ടി പഴയ സാധനങ്ങൾ കൊണ്ട് അവൻ ട്രെയിൻ ഉണ്ടാക്കുകയാണ്. എന്നാ എനിക്ക് അവനെ കാണണം. ഗ്രാമം ഫുള്ളായിട്ട് അനൗൺസ് ചെയ്തോളൂ. അജയിന്റെ വലിയ ഡബിൾ ട്രെയിനിന് കൂടെ വിമലിന്റെ പാട്ട ട്രെയിനിന് കൂടെ റേസ് വെക്കാൻ പോവാണെന്ന്. ലളിത് ഗ്രാമം മുഴുവൻ ഇത് പറഞ്ഞു പാട്ടാക്കി. അജയ്ക്ക് തന്റെ ട്രെയിനിന്റെ മേലിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും ആ ചാലഞ്ച് അംഗീകരിച്ചു. മത്സരത്തിന്റെ ദിവസവും വന്നെത്തി. പല ദേശങ്ങളിലുമുള്ള മീഡിയകളെല്ലാം ഈ മത്സരം ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. തോൽക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നോ? നിന്റെ വിജയത്തിൽ നിനക്ക് അഹങ്കാരം കൂടി. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. റെഡി ആയിട്ടിരുന്നോ? അപ്പോഴാണ് റേസ് ആരംഭിച്ചത്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വിമൽ ജയിക്കാനായി നിലവിളിച്ചു. രണ്ട് ട്രെയിനും മുന്നേ പിന്നെ എന്ന് മാറി മാറി പോയിക്കൊണ്ടിരുന്നു. ഒന്ന് വിമലിന്റെ ട്രെയിൻ മുൻപോട്ട് പോകും, അല്ലെങ്കിൽ അജയുടെ വലിയ ഡബിൾ ട്രെയിൻ. കമോൺ വിമൽ, ഇന്ന് നീ ചാമ്പ്യൻ ഇവരെ എല്ലാവർക്കും അറിയണം. ഇങ്ങനെ അത്ഭുതമായ ഒരു മത്സരം നടന്നുകൊണ്ടിരുന്നു. പിന്നെ അവസാനം അജയുടെ വലിയ ഡബിൾ ട്രെയിൻ വിജയിച്ചു. മൊത്ത ഗ്രാമത്തിലെ ജനങ്ങളും ഇത് കണ്ട് ആശ്ചര്യത്തിലായി പോയി. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഈ ഡബിൾ ട്രെയിൻ, അതിന്റെ ചെലവ് വെളിനാട്ട് വാങ്ങുന്ന ആ വലിയ ട്രെയിനിനെക്കാട്ടും പകുതി ചെലവാണ്. പക്ഷേ ഇതിന്റെ വേഗം അതിനെക്കാട്ടും ഇരട്ടിയാണ്. ഭയങ്കര അത്ഭുതം തന്നെ. നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഇനി ഞാനും ഇവിടെ ഉണ്ടാക്കുന്ന ട്രെയിനാണ് ഇവിടെ റേസിന് ഉണ്ടാക്കാൻ പോകുന്നത്. അജയുടെ വലിയ ഡബിൾ ട്രെയിൻ ലോകമൊട്ടാകെ ഫേമസ് ആയി. അജയ്ക്ക് ആ ട്രെയിനിനുള്ള ഒരുപാട് ഓർഡേഴ്സ് വന്നു. അജയ് തന്റെ ഡബിൾ ട്രെയിൻ നിർമ്മിക്കാനായി ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്തു. പിന്നെ വിമൽ ആ ട്രെയിനിലുള്ള പ്രചാരത്തിൽ ഏർപ്പെട്ടു. ബീഹാറിൽ ഛത്രപൂർ എന്നു പേരുള്ള ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളൊക്കെ മാറി മാറി നല്ല സ്നേഹത്തിലായിരുന്നു. ഒരാളുടെ ജോലിയിൽ മറ്റൊരാൾ സഹായിക്കും. പുഷ്പ, നീ ഒരു കാര്യം പറഞ്ഞോ? സരളാമ്മയ്ക്ക് വയസ്സായെന്ന്. പാവം, അതിന് നല്ലപോലെ നടക്കാൻ കൂടി വയ്യ. അതെ, അറിയാം. അവരുടെ മകനും മരുമകളും അവരെ വിട്ടിട്ട് സിറ്റിയിലേക്ക് പോയത്രേ. ഞാൻ പറഞ്ഞതെന്താണെന്നോ, നീ എപ്പോഴും അവരുടെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇതൊക്കെ എന്നോട് പറയണമോ? ദിവസവും ഞാൻ ചെന്ന് അവരെ ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത്. രമേശിന് അതേ ഗ്രാമത്തിൽ ഒരു കടയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കടയിൽ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ ഉപകാരമായിരുന്നു. ഒരു ദിവസം തൊട്ടടുത്തുള്ള ഗ്ലൗഡി അദ്ദേഹത്തിന്റെ കടയിലേക്ക് ചെന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മാവ? രണ്ടുപേർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു മോനെ. നീ പറ, നിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? എന്താ നീ പതിവൊന്നുമില്ലാതെ ഈ കടയിലേക്ക് വന്നത്? ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാശ് തരാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ മാസം പലചരക്ക് സാധനങ്ങൾ എനിക്ക് കടം തന്നായിരുന്നല്ലോ. ആ കാശ് തരാൻ വേണ്ടിയാ വന്നത്. അതൊന്നും വേണ്ട മോനെ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ആളല്ലേ. ഗോൾഡി രമേശിന് പണം നൽകിയിട്ട് അവിടെ നിന്നും തിരിച്ചു. ഗോൾഡി അവിടെ നിന്ന് പോയതിനു ശേഷം രമേശ് തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്ത് നല്ല മനുഷ്യനാണല്ലേ. നമുക്ക് നമ്മളുടെ മകൾ അനുവിനെ ഗോൾഡിക്ക് കല്യാണം കഴിച്ചു കൊടുത്താലോ? വാവ്, നന്നായിട്ട് പറഞ്ഞു ചേട്ടാ. ഞാനും അതിനെ കുറിച്ചാണ് ആലോചിച്ചത്. ചെറിയ പ്രായം മുതൽ അനുവും ഗോൾഡിയും നല്ല കൂട്ടുകാരാണ്. അടുത്ത ദിവസം രമേശ് തന്റെ മകൾക്ക് സംബന്ധം അന്വേഷിച്ച് ഗോൾഡിയുടെ വീട്ടിലേക്ക് എത്തി. രണ്ടുപേരുടെ കല്യാണവും നിശ്ചയിക്കപ്പെട്ടു. പിന്നെ കുറച്ചു ദിവസത്തിനകം രണ്ടുപേരുടെ കല്യാണ തീയതിയും നിശ്ചയിച്ചു. എല്ലാരും കല്യാണ ഏർപ്പാടിൽ ബിസിയായിരുന്നു. ഇനിയൊരു വശത്ത് ഗബർ സിംഗ് തന്റെ കൂട്ടുകാരോടൊപ്പം ആ ഗ്രാമത്തെ നശിപ്പിക്കാനായി തീരുമാനിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ, ഛത്രപൂർ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത്. അവിടെ വലിയ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടത്രേ. ഒന്നും മിണ്ടാതിരിക്കളിയാ. ഛത്രപൂർ എന്നത് ചെറിയ ഒരു ഗ്രാമമാ. അവിടെ അടുത്തടുത്തെങ്ങും പോലീസ് സ്റ്റേഷനും ഇല്ല, ഒരു മൊബൈലിനോട്ടും റേഞ്ചും ഇല്ല. നമ്മുടെ അടുത്ത പണി ഛത്രപൂർ ഗ്രാമത്തിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം.
നീ പറഞ്ഞത് വളരെ ശരിയാ. അവിടെ നമുക്കൊന്നിനൊരു തടസ്സം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കേട്ടതനുസരിച്ച് അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവെന്നാ. അതുകൊണ്ട് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ആളിയൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. പോയ പ്രാവശ്യം നമ്മള് മിനി JCB കട്ടുകൊണ്ട് വന്നില്ലേ? ആ JCB ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഗ്രാമത്തിൽ പോയി കളവ് നടത്തി കളയാം. ഇത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ. രമേശിന്റെ മകൾ അനുവിന്റെയും ഗോൾഡിയുടെയും കല്യാണത്തിന്റെ അന്ന് ഗബർ സിംഗ് തന്റെ കൂട്ടുകാരോടൊപ്പം എത്തി ഒരു മിനി JCB കൊണ്ടുവന്ന് ആ ഗ്രാമമാകെ തകർത്തു. രമേശിനെയും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊള്ളക്കാരൻ അവരുടെ മുൻപിൽ തോക്ക് വെച്ച് പേടിപ്പിച്ചു. നിർത്തിക്കോ ഇത്. നിങ്ങളുടെ കയ്യിലുള്ള പണവും സ്വർണ്ണം എല്ലാം എടുത്ത് ഈ JCBയിലേക്ക് ഇട്. നിന്റെ ഭാര്യയോടും പറയ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ സ്വർണങ്ങളും ഊരി ഇങ്ങോട്ട് തരാൻ. ഞങ്ങളുടെ കയ്യിലുള്ള പണവും പണ്ടവും എല്ലാം നിങ്ങൾക്ക് തരാം. പക്ഷെ എന്റെ മകളുടെ കല്യാണം നടക്കട്ടെ ആദ്യം. എന്താണോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞങ്ങൾ കൊള്ളക്കാരാണെന്ന്. അല്ലാതെ നിങ്ങൾ കല്യാണം വിളിച്ചേച്ച് ഉണ്ണാമെന്നവരല്ല. നീ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് അതേപടി അനുസരിക്കാനായിട്ട് നിന്റെ മകളോടും പറയ എല്ലാ സ്വർണങ്ങളും അഴിച്ച് ഞങ്ങൾക്ക് വേഗം തരാൻ. ഇല്ലെങ്കിൽ കൊക്കിനെ വെടിവെക്കുന്ന പോലെ നിന്റെ മരുമകനെ കൊല്ലും. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഈ കാശും സ്വർണവും ഒക്കെ നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷെ ഇദ്ദേഹത്തെ വെറുതെ വിടണം ദയവായി. ഞങ്ങളുടെ കല്യാണ ദിവസമായിട്ട് നിങ്ങളിവിടെ വന്നതല്ലേ? അതുകൊണ്ട് ആരും ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്നും പോകരുത്. ഞങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ദിവസം ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ തിരിച്ചുവിടുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ഗബർ സിംഗിന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ കാതിൽ പറഞ്ഞു, എന്തായാലും പണം സ്വർണ്ണമൊക്കെ നമുക്ക് കിട്ടിയില്ലേ? എന്തായാലും വന്ന സ്ഥിതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അതുമല്ല, കാട്ടിച്ചെന്ന് ഇനി വിറക് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ പാടുമാണ്. ഇന്നലെ ഉണ്ടാക്കിയ കബാബില് വിറക് കൂടുതൽ കത്തിയത് കൊണ്ട് കത്തി കരിഞ്ഞു പോയില്ലേ എല്ലാം. ഇപ്പൊ കബാബിന് പകരം അത് കരിക്കെട്ടായിട്ട് ഇരിക്കുവല്ലേ? താൻ പറഞ്ഞതിലും വലിയ തെറ്റൊന്നുമില്ല. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നമുക്ക് എന്ത് സംഭവിക്കാനാ? ഗബർ സിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാൻ സമ്മതിച്ചു. പിന്നെ തന്റെ കൂട്ടുകാരോടൊപ്പം അവൻ ആഹാരം കഴിക്കാനായിരുന്നു. പക്ഷെ ആ കല്യാണത്തിന് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്തായത്? ഇലയും കായും പൂവും ഒക്കെ കഴിക്കാൻ തന്നിരിക്കുന്നത്. മത്സ്യവും മാംസവും ഇല്ലാതെ ഞങ്ങൾ ഒന്നും കഴിക്കാറില്ല. വേഗം ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കുക. ഈ ഗ്രാമത്തിലുള്ളവരാരും തന്നെ മത്സ്യമാംസാദികൾ കഴിക്കില്ല. എന്നാൽ അടുത്ത ഗ്രാമത്തില് ഒരു കോഴി ഫാം ഉണ്ട്. ഞാൻ ഉടനെ അവിടെ ചെന്ന് നിങ്ങൾക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. എന്താ അതുപോലെ? മതി, പോ പോ. എത്രയും വേഗം പോയി എനിക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കുക. എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്പസമയത്തേക്ക് നിങ്ങളുടെ മിനി JCB എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ശരി, വേഗം പോയിട്ട് വാടോ. പക്ഷേ നിന്റെ കൂടെ എന്റെ കൂട്ടുകാരും വരുന്നതാണ്. വന്നോട്ടെ, എനിക്ക് അതിൽ ഒരു പ്രശ്നമില്ല. രമേശ് ഗബർ സിംഗിന്റെ മിനി JCB എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചിക്കൻ വാങ്ങാനായി പോയി. അദ്ദേഹത്തിനോടൊപ്പം ഗബർ സിംഗിന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. രമേശ് ആ കോഴിപ്പണ്ണയുടെ അടുത്ത് JCB നിർത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കോഴികളെ കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. നിങ്ങൾക്ക് എത്രമാത്രം കോഴിയാണോ ആവശ്യം അത്രയും കോഴി എടുത്ത് നിങ്ങൾ ഈ JCBയിൽ വെക്ക്. ഓ, എന്തായാലും കോളടിച്ചു. ഇന്ന് വയറ് നിറച്ച് ചിക്കൻ തിന്നാവല്ലോ. ആ കൊള്ളക്കാരൻ കോഴിയുടെ പിറകെ ഓടി കോഴി പിടിക്കാൻ ശ്രമിച്ചു. ഇതിനകം രമേശ് കോഴി ഫാമിന് പുറകിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസിനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങളുടെ ഗ്രാമം കൊള്ളക്കാരൻ ഗബ്ബർ സിംഗ് ആക്രമിച്ചിരിക്കുക. സാർ എത്രയും പെട്ടെന്ന് ചെന്ന് അവരെ ഒന്ന് പിടിക്കാൻ നോക്കണം. പോലീസ് എത്രയോ വർഷങ്ങളായി ഗബ്ബർ സിംഗിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ JCB എടുത്തുകൊണ്ട് മുന്നിലൂടെ പോവുക. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വേഷം മാറി ജീപ്പിൽ വന്നോളാം. ഇതിനകം കൊള്ളക്കാരൻ കൊള്ളാവുന്ന ഒരു 8-9 കോഴികൾ പിടിച്ചു JCBയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് പോണം, ഞങ്ങളുടെ തലവര് വിശക്കുന്നുണ്ടാവും. ആ അതെ അതെ, എനിക്കും എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് എത്തേണ്ടതുണ്ട്. രമേശ് മിനി JCBയുമായി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ അവരുടെ പുറകെ തന്നെ പോലീസുകാരും മാറുവേഷത്തിൽ അവരെ തുടരുന്നുണ്ടായിരുന്നു. എന്താടോ ഇത്രയും നേരം വൈകിപ്പോയത്? അങ്ങയെ സൽക്കരിക്കുവാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. ഇത് കണ്ടില്ലേ തലവ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര മുഴുത്ത നല്ല കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇതിനകം പോലീസ് ഗബർ സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പിടികൂടി കഴിഞ്ഞിരുന്നു. തൽക്കാലം പോവാം. ബാക്കി സദ്യയൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. ചേടാ മരമണ്ടന്മാരെ, നിങ്ങൾ രമേശിന്റെ കൂടെ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണല്ലേ? പോലീസ് ഗബർ സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പിടിച്ച് ജയിലിലിട്ടു. രമേശിന്റെ മകൾ അനുവിനും ഗോൾഡിക്കും കല്യാണം വളരെ വിശേഷമായി നടന്നു. ബീഹാറിൽ ഛത്രപൂർ എന്നു പേരുള്ള ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു.
അവിടുത്തെ ജനങ്ങളൊക്കെ മാറി മാറി നല്ല സ്നേഹത്തിലായിരുന്നു. ഒരാളുടെ ജോലിയിൽ മറ്റൊരാൾ സഹായിക്കും. പുഷ്പ, നീ ഒരു കാര്യം പറഞ്ഞോ? സരളാമ്മയ്ക്ക് വയസ്സായി എന്ന്. പാവം, അതിന് നല്ലപോലെ നടക്കാൻ കൂടി വയ്യ. അതെ, അറിയാം. അവരുടെ മകനും മരുമകളും അവരെ വിട്ടിട്ട് സിറ്റിയിലേക്ക് പോയത്രേ. ഞാൻ പറഞ്ഞതെന്താണെന്നോ, നീ എപ്പോഴും അവരുടെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇതൊക്കെ എന്നോട് പറയണമോ? ദിവസവും ഞാൻ ചെന്ന് അവരെ ശ്രദ്ധിച്ചിട്ടാണ് വരുന്നത്. രമേശിന് അതേ ഗ്രാമത്തിൽ ഒരു കടയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കടയിൽ അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ ഉപകാരമായിരുന്നു. ഒരു ദിവസം തൊട്ടടുത്തുള്ള ഗ്ലൗഡി അദ്ദേഹത്തിന്റെ കടയിലേക്ക് ചെന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മാവ? രണ്ടുപേർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു മോനെ. നീ പറ, നിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? എന്താ നീ പതിവൊന്നുമില്ലാതെ ഈ കടയിലേക്ക് വന്നത്? ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാശ് തരാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ മാസം പലചരക്ക് സാധനങ്ങൾ എനിക്ക് കടം തന്നായിരുന്നല്ലോ, ആ കാശ് തരാൻ വേണ്ടിയാ വന്നത്. അതൊന്നും വേണ്ട മോനെ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ആളല്ലേ. ഗോൾഡി രമേശിന് പണം നൽകിയിട്ട് അവിടെ നിന്നും തിരിച്ചു. ഗോൾഡി അവിടെ നിന്ന് പോയതിനു ശേഷം രമേശ് തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്ത് നല്ല മനുഷ്യനാണല്ലേ. നമുക്ക് നമ്മളുടെ മകൾ അനുവിനെ ഗോൾഡിക്ക് കല്യാണം കഴിച്ചു കൊടുത്താലോ? വാവ്, നന്നായിട്ട് പറഞ്ഞു ചേട്ടാ. ഞാനും അതിനെ കുറിച്ചാണ് ആലോചിച്ചത്. ചെറിയ പ്രായം മുതൽ അനുവും ഗോൾഡിയും നല്ല കൂട്ടുകാരാണ്. അടുത്ത ദിവസം രമേശ് തന്റെ മകൾക്ക് സംബന്ധം അന്വേഷിച്ച് ഗോൾഡിയുടെ വീട്ടിലേക്ക് എത്തി. രണ്ടുപേരുടെ കല്യാണവും നിശ്ചയിക്കപ്പെട്ടു. പിന്നെ കുറച്ചു ദിവസത്തിനകം രണ്ടുപേരുടെ കല്യാണ തീയതിയും നിശ്ചയിച്ചു. എല്ലാരും കല്യാണ ഏർപ്പാടിൽ ബിസിയായിരുന്നു. ഇനിയൊരു വശത്ത് ഗബർ സിംഗ് തന്റെ കൂട്ടുകാരോടൊപ്പം ആ ഗ്രാമത്തെ നശിപ്പിക്കാനായി തീരുമാനിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ, ഛത്തർപൂർ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത്. അവിടെ വലിയ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടത്രേ. ഒന്നും മിണ്ടാതിരിക്കളിയാ. ഛത്തർപൂർ എന്നത് ചെറിയൊരു ഗ്രാമമാ. അവിടെ അടുത്തടുത്തെങ്ങും പോലീസ് സ്റ്റേഷനും ഇല്ല, ഒരു മൊബൈലിനോട്ടും റേഞ്ചും ഇല്ല. നമ്മുടെ അടുത്ത പണി ഛത്തർപൂർ ഗ്രാമത്തിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. നീ പറഞ്ഞത് വളരെ ശരിയാ. അവിടെ നമുക്കൊന്നിനൊരു തടസ്സം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കേട്ടതനുസരിച്ച് അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവെന്നാ. അതുകൊണ്ട് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ആളിയർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്നേ. പോയ പ്രാവശ്യം നമ്മള് മിനി JCB കട്ടുകൊണ്ട് വന്നില്ലേ, ആ JCB ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഗ്രാമത്തിൽ പോയി കളവ് നടത്തിക്കളയാം. ഇത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ. രമേശിന്റെ മകൾ അനുവിന്റെയും ഗോൾഡിയുടെയും കല്യാണത്തിന്റെ അന്ന് ഗബർ സിംഗ് തന്റെ കൂട്ടുകാരോടൊപ്പം എത്തി ഒരു മിനി JCB കൊണ്ടുവന്ന് ആ ഗ്രാമമാകെ തകർത്തു. രമേശിനെയും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊള്ളക്കാരൻ അവരുടെ മുൻപിൽ തോക്ക് വെച്ച് പേടിപ്പിച്ചു. നിർത്തിക്കോ ഇത്. നിങ്ങളുടെ കയ്യിലുള്ള പണവും സ്വർണ്ണം എല്ലാം എടുത്ത് ഈ JCBയിലേക്ക് ഇട്. നിന്റെ ഭാര്യയോടും പറയ്, ശരീരത്തിൽ കിടക്കുന്ന എല്ലാ സ്വർണങ്ങളും ഊരി ഇങ്ങോട്ട് തരാൻ. ഞങ്ങളുടെ കയ്യിലുള്ള പണവും പണ്ടവും എല്ലാം നിങ്ങൾക്ക് തരാം. പക്ഷെ എന്റെ മകളുടെ കല്യാണം നടക്കട്ടെ ആദ്യം. എന്താണോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞങ്ങൾ കൊള്ളക്കാരാണെന്ന്. അല്ലാതെ നിങ്ങൾ കല്യാണം വിളിച്ചേച്ച് ഉണ്ണാമെന്നവരല്ല. നീ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് അതേപടി അനുസരിക്കാനായിട്ട് നിന്റെ മകളോടും പറയ, എല്ലാ സ്വർണങ്ങളും അഴിച്ച് ഞങ്ങൾക്ക് വേഗം തരാൻ. ഇല്ലെങ്കിൽ കൊക്കിനെ വെടിവെക്കുന്ന പോലെ നിന്റെ മരുമകനെ കൊല്ലും. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഈ കാശും സ്വർണവും ഒക്കെ നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷെ ഇദ്ദേഹത്തെ വെറുതെ വിടണം, ദയവായി. ഞങ്ങളുടെ കല്യാണ ദിവസമായിട്ട് നിങ്ങളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് ആരും ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്നും പോകരുത്. ഞങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ദിവസം ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ തിരിച്ചുവിടുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ഗബർ സിംഗിന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ കാതിൽ പറഞ്ഞു, എന്തായാലും പണവും സ്വർണമൊക്കെ നമുക്ക് കിട്ടിയില്ലേ, എന്തായാലും വന്ന സ്ഥിതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അതുമല്ല, കാട്ടിച്ചെന്ന് ഇനി വിറക് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ പാടുമാണ്. ഇന്നലെ ഉണ്ടാക്കിയ കബാബില് വിറക് കൂടുതൽ കത്തിയത് കൊണ്ട് കത്തി കരിഞ്ഞു പോയില്ലേ എല്ലാം. ഇപ്പൊ കബാബിന് പകരം അത് കരിക്കട്ടായിട്ടിരിക്കുവല്ലേ. താൻ പറഞ്ഞതിലും വലിയ തെറ്റൊന്നുമില്ല. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നമുക്ക് എന്ത് സംഭവിക്കാനാ? ഗബർ സിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാൻ സമ്മതിച്ചു. പിന്നെ തന്റെ കൂട്ടുകാരോടൊപ്പം അവൻ ആഹാരം കഴിക്കാനായിരുന്നു. പക്ഷെ ആ കല്യാണത്തിന് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്തായത്? ഇലയും കായും പൂവും ഒക്കെ കഴിക്കാൻ തന്നിരിക്കുന്നത്. മത്സ്യവും മാംസവും ഇല്ലാതെ ഞങ്ങൾ ഒന്നും കഴിക്കാറില്ല. വേഗം ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കുക. ഈ ഗ്രാമത്തിലുള്ളവരാരും തന്നെ മത്സ്യമാംസാദികൾ കഴിക്കില്ല. എന്നാൽ അടുത്ത ഗ്രാമത്തില് ഒരു കോഴി ഫാം ഉണ്ട്. ഞാൻ ഉടനെ അവിടെ ചെന്ന് നിങ്ങൾക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. എന്താ അതുപോലെ? മതി, പോ. എത്രയും വേഗം പോയി എനിക്ക് ചിക്കനും മട്ടനും കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കുക.
എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്പസമയത്തേക്ക് നിങ്ങളുടെ മിനി JCB എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ശരി, വേഗം പോയിട്ട് വാടോ. പക്ഷേ നിന്റെ കൂടെ എന്റെ കൂട്ടുകാരും വരുന്നതാണ്. വന്നോട്ടെ, എനിക്ക് അതിലൊരു പ്രശ്നമില്ല. രമേശ് ഗബർ സിംഗിന്റെ മിനി JCB എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചിക്കൻ വാങ്ങാനായി പോയി. അദ്ദേഹത്തിനോടൊപ്പം ഗബർ സിംഗിന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. രമേശ് ആ കോഴിപ്പണ്ണയുടെ അടുത്ത് JCB നിർത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കോഴികളെ കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. നിങ്ങൾക്ക് എത്രമാത്രം കോഴിയാണോ ആവശ്യം അത്രയും കോഴി എടുത്ത് നിങ്ങൾ ഈ JCB-യിൽ വെക്ക്. ഓ, എന്തായാലും കോളടിച്ചു. ഇന്ന് വയറ് നിറച്ച് ചിക്കൻ തിന്നാവല്ലോ. ആ കൊള്ളക്കാരൻ കോഴിയുടെ പിറകെ ഓടി കോഴി പിടിക്കാൻ ശ്രമിച്ചു. ഇതിനകം രമേശ് കോഴി ഫാമിന് പുറകിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസിനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങളുടെ ഗ്രാമം കൊള്ളക്കാരൻ ഗബ്ബർ സിംഗ് ആക്രമിച്ചിരിക്കുക. സാർ എത്രയും പെട്ടെന്ന് ചെന്ന് അവരെ ഒന്ന് പിടിക്കാൻ നോക്കണം. പോലീസ് എത്രയോ വർഷങ്ങളായി ഗബ്ബർ സിംഗിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ JCB എടുത്തുകൊണ്ട് മുന്നിലൂടെ പോവുക. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വേഷം മാറി ജീപ്പിൽ വന്നോളാം. ഇതിനകം കൊള്ളക്കാരൻ കൊള്ളാവുന്ന ഒരു 8-9 കോഴികൾ പിടിച്ചു JCB-യിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് പോണം, ഞങ്ങളുടെ തലവന് വിശക്കുന്നുണ്ടാവും. ആ അതെ അതെ, എനിക്കും എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് എത്തേണ്ടതുണ്ട്. രമേശ് മിനി JCB-യുമായി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ അവരുടെ പുറകെ തന്നെ പോലീസുകാരും മാറുവേഷത്തിൽ അവരെ തുടരുന്നുണ്ടായിരുന്നു. എന്താടോ ഇത്രയും നേരം വൈകിപ്പോയത്? അങ്ങയെ സൽക്കരിക്കുവാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. ഇത് കണ്ടില്ലേ തലവാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര മുഴുത്ത നല്ല കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇതിനകം പോലീസ് ഗബർ സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പിടികൂടി കഴിഞ്ഞിരുന്നു. തൽക്കാലം പോവാം. ബാക്കി സദ്യയൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. എടാ മരമണ്ടന്മാരെ, നിങ്ങൾ രമേശിന്റെ കൂടെ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണല്ലേ? പോലീസ് ഗബർ സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പിടിച്ച് ജയിലിലിട്ടു. രമേശിന്റെ മകൾ അനുവിനും ഗോൾഡിക്കും കല്യാണം വളരെ വിശേഷമായി നടന്നു.